പശ്ചിമേഷ്യൻ യുദ്ധം മറ്റൊരു തലത്തിലേക്ക് നീങ്ങുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഈ ദിവസം കാണുന്നത്. ഗാർഗ് ദ്വീപിനെ കുറിച്ച് ഒരുപക്ഷെ പ്രേക്ഷകർക്കെല്ലാം തന്നെ അറിയാൻ സാധ്യതയുണ്ടാകും. ഇറാൻ്റെ ഒരു ഹൃദയഭൂമി എന്ന് പറയാവുന്ന ഒരു ഇടമാണ്, ഒരു ദ്വീപാണ്, ഒരു ചെറിയ ദ്വീപാണ്. പക്ഷേ ഇറാൻ്റെ 90% എണ്ണ കയറ്റുമതിയും വരുന്ന ഒരു ദ്വീപ് ഗാർഗ്. ആ ദ്വീപിലേക്കാണ് അമേരിക്ക മിസൈൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഒരു മിസൈൽ ആക്രമണം കൊണ്ട് ഗാർഗിൽ മിസൈൽ ആക്രമണമാണെങ്കിൽ അത് എത്രത്തോളം ലോകത്തെ ബാധിക്കുമെന്നുള്ളതാണ് നമുക്ക് അറിയാനുള്ളത്. കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പശ്ചിമേഷ്യയിലെ യുദ്ധം തുടങ്ങിയതിന് ശേഷം നമ്മുടെ അടുക്കളകളിൽ വരെ ഈ ഒരു പ്രതിസന്ധി നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയത്ത് എണ്ണക്കയറ്റുമതി നിയന്ത്രിക്കുന്ന ഇറാൻ്റെ എണ്ണക്കയറ്റുമതിയെ ഏറ്റവും കൂടുതൽ വരുന്ന ഒരിടത്ത് ആക്രമണം നടത്തുന്നു എന്ന് പറയുമ്പോൾ അത് ലോകവ്യാപകമായി തന്നെയുള്ള ഒരു പ്രത്യാഘാതത്തിലേക്ക് പോവുകയാണ്. എന്തുകൊണ്ടാണ് ഗാർഗിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ ഒരു ആക്രമണം നടത്തുന്നത് എന്നുള്ളതാണ്. നിഷാദ്, ഗാർഗ് എന്തുകൊണ്ട് ലക്ഷ്യം വെക്കുന്നു? ഗാർഗിനെ ലക്ഷ്യം വെക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന് അതായത് ഇറാൻ്റെ കേപ്പബിലിറ്റീസിനെ പരമാവധി തകർക്കുക എന്ന ഉദ്ദേശത്തിലേക്ക് അമേരിക്കയും ഇസ്രായേലും എത്തുന്നു. അങ്ങനെ എന്തുകൊണ്ട് എത്തുന്നു എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ അമേരിക്കയിൽ ഇപ്പം വെസ്റ്റേൺ പത്രങ്ങളെല്ലാം എഴുതുന്നു, അല്ലെങ്കിൽ ഇസ്രായേലിലെ ഹാരറ്റ്സ് പോലുള്ള പത്രങ്ങളെല്ലാം എഴുതുന്നു, ഈ യുദ്ധം എങ്ങനെയാണോ അവർ വിഭാവനം ചെയ്തത് ആ വഴിക്കല്ല പോകുന്നത്, ഇത് അവരെ പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ എസ്കലേറ്റ് ചെയ്യാണ്. സോ അവർക്ക് ഇറാൻ്റെ കേപ്പബിലിറ്റീസ് തിരിച്ചടിക്കാനുള്ള ശേഷി സമ്പൂർണ്ണമായി തകർക്കണം. അങ്ങനെ തകർക്കാൻ കഴിയും വിധത്തിൽ നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടാർഗറ്റാണ് ഈ പറഞ്ഞ ഗാർഗ്. ആ ദ്വീപിൻ്റെ പ്രത്യേകത ഇറാൻ്റെ എണ്ണ പ്രൊഡക്ഷൻ്റെ 90% നടക്കുന്ന അവിടെയാണ്. അതുകൊണ്ട് തന്നെ ആ നിലയ്ക്കുള്ള ഓയിൽ ഹാർട്ട് എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലമാണ് അത്. അതുകൊണ്ടാണ് ഇറാൻ ജീവിച്ചു പോകുന്നത്. അവിടെ നിന്നുള്ള പൈസ കൊണ്ടാണ് IRGC എന്ന് പറയുന്ന ഈ സൈന്യത്തെ അടക്കം ഇറാൻ തീറ്റിപ്പോറ്റുന്നത്. അവിടെ നിന്നുള്ള എണ്ണ ഏറ്റവും കൂടുതൽ വാങ്ങിക്കുന്നത് ചൈനയാണ്. അവരുടെ മിലിറ്ററി കേപ്പബിലിറ്റീസ് എല്ലാം അവിടെ വളരെ കൂടുതലായി വിന്യസിച്ചിട്ടുണ്ട്. കാരണം ഈ ഹാർട്ട്, ഈ ഹൃദയം സംരക്ഷിക്കാൻ അത് വേണം. അപ്പോൾ അത് ആക്രമിച്ച് തകർക്കുന്ന വഴി 2 ലക്ഷ്യങ്ങൾ എന്ന് ആർക്കുണ്ട്? അമേരിക്കയ്ക്കുണ്ട്. ഒന്ന്, മിസൈൽ കേപ്പബിലിറ്റീസ്, മിലിറ്ററി കേപ്പബിലിറ്റീസിൻ്റെ ഒരു ഭാഗം സമ്പൂർണ്ണമായും തകർക്കുക, തിരിച്ചടിക്കാനുള്ള ശേഷി ഇല്ലാതാക്കുക. 2, ഏത് യുദ്ധവും ഓപ്പറേറ്റ് ചെയ്യുന്നതിന് മിസൈലുകൾ മാത്രം പോരാ, പണം ആവശ്യമാണ്. സാമ്പത്തികമായ നട്ടെല്ല് തകർക്കുക എന്ന ഉദ്ദേശം ഗാർഗിനെ ആക്രമിക്കുമ്പോൾ ഉണ്ട്. അപ്പോൾ അതാണ് ഇറാൻ്റെ ഒരു പ്രതിരോധ ശേഷിയെ, പ്രത്യാക്രമണ ശേഷിയെ തകർക്കുക എന്നാണ് അവർ കാണുന്നത്. അത് ആക്രമിക്കരുതെന്നായിരുന്നു കേട്ടോ ആദ്യം മുതൽ തന്നെ അമേരിക്കയുടെ ഉദ്ദേശം. ഇസ്രയേലിൻ്റെ ഉദ്ദേശം അതാണ്. ആക്രമിച്ചാൽ അത് ഇറാനെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമല്ല. പക്ഷേ ഇപ്പോൾ അവരുടെ പ്രശ്നം, അവർ വിചാരിക്കാത്ത സ്ഥലത്തേക്ക് യുദ്ധം എസ്കലേറ്റ് ചെയ്യുകയാണ്. അതായത് ഫ്രം ദ വെരി നെക്സ്റ്റ് മൊമെൻ്റ് ഇറാൻ തിരിച്ചടിക്കാൻ തുടങ്ങിയിരിക്കുന്നു. റീജിയനെ ആകമാനം യുദ്ധം ബാധിച്ചിരിക്കുന്നു. ഇതൊരു റിസഷൻ്റെ സൂചനകൾ നൽകുന്നു. ലോകത്തെല്ലായിടത്തും എണ്ണയുടെ ഷോർട്ടേജ് ഉണ്ടാകുന്നു. 80 പെർ ബാരലിന് $80 മാത്രം ഉണ്ടായിരുന്ന വില ഇപ്പം 110 പോകുന്നു, 120 പോകുന്നു, തിരിച്ചിറങ്ങുന്നു, വീണ്ടും കയറുന്നു, 150 എത്തുമെന്നൊക്കെയുള്ള ഭീതി അവിടെ നിലനിൽക്കുന്നു. പല രാജ്യങ്ങളും ഹോർമൂസ് വഴി ഞങ്ങളുടെ കപ്പലുകൾ കടത്തിവിടണമെന്ന് ഇറാനോട് പോയി അങ്ങോട്ട് ആവശ്യപ്പെടുന്നു. ഞങ്ങളുടെ 2 ദിവസത്തെ യുദ്ധം കൊണ്ട് സമ്പൂർണ്ണമായും ദുർബലമായി പോകുമെന്ന് അമേരിക്ക വീമ്പ് മുഴക്കിയ ഇറാനോട് പല രാജ്യങ്ങളും പോയിട്ട് ഞങ്ങളുടെ കപ്പലുകൾ കടത്തിവിടണമെന്നുള്ള നയതന്ത്ര സംഭാഷണം ഇപ്പോഴും നടത്തുന്നു. ഓക്കെ, ചില കപ്പലുകൾ വിടാം എന്ന് പ്രഖ്യാപിക്കാൻ കഴിയും വിധത്തിൽ ഇപ്പോഴും പ്രതിരോധ ശേഷിയുള്ള രാജ്യമായിട്ട് ഇറാൻ നിൽക്കുന്നു. അപ്പോൾ ഈ ഇറാനെ പത്തി മടക്കിക്കണം. കാരണം എന്താണ്? നീണ്ട യുദ്ധങ്ങൾ അമേരിക്ക ആഗ്രഹിക്കുന്നില്ല എന്ന് പലകുറി പ്രഖ്യാപിച്ച ആളാണ് ട്രംപ്. അഫ്ഗാനിസ്ഥാനിൽ എന്താണ് സംഭവിച്ചതെന്നറിയാം, ഇറാഖിൽ എന്താണ് സംഭവിച്ചതെന്നറിയാം, വിയറ്റ്നാമിൻ്റെ ചരിത്രം നമുക്ക് നല്ലതുപോലെ അറിയാം. അവിടെ കൊണ്ടുപോയി കുരുതി കൊടുക്കാനുള്ളതല്ല നമ്മുടെ ടാക്സ് മണിയും നമ്മുടെ പട്ടാളക്കാരുടെ ജീവനും എന്ന് പ്രഖ്യാപിച്ച അധികാരത്തിൽ വന്ന ആളാണ് ആര്? ട്രംപ്. അതുകൊണ്ട് ട്രംപിന് എന്ത് ചെയ്യണം? ഈ യുദ്ധം വേഗത്തിൽ അവസാനിപ്പിക്കണം. 2 വീക്സ് കൊണ്ട് ഞങ്ങൾ അവസാനിപ്പിക്കും, റെജീം ചേഞ്ച് സംഭവിക്കും എന്നൊക്കെയാണ് അവർ പ്രഖ്യാപിച്ചത്. പക്ഷെ നടന്നില്ല. എന്തുകൊണ്ട് നടന്നില്ല? ഇറാൻ പ്രതീക്ഷിച്ചിരുന്നു ആക്രമണം വരും, എങ്ങനെ തിരിച്ചടിക്കണമെന്ന പ്ലാൻ ഉണ്ടായിരുന്നു. 2, ഏതൊരു ആക്രമണത്തിൻ്റെയും അടുത്ത ഘട്ടത്തിൽ സംഭവിക്കേണ്ടത് റെജീം ചേഞ്ചിന് അവിടെ വേറെ ഒരു ജനക്കൂട്ടം ഇറങ്ങണം, അവിടെ ഒരു പ്രതിപക്ഷം ഉയർന്നു വരണം, ആ ജനക്കൂട്ടം ഈ സർക്കാരിനെ മറിച്ചിടാൻ പ്രവർത്തിക്കണം. ഇത് ഇറാനിൽ സംഭവിച്ചില്ല. അവിടെ ഒരു പ്രതിപക്ഷമില്ല, പ്രതിപക്ഷ നേതാവില്ല, ആൾക്കൂട്ടത്തെ നയിക്കാൻ കഴിയുന്ന നായകരില്ല, ആരുമില്ല. ആകെയുള്ളത് ഈ പറഞ്ഞ ഷാ അവിടെ ഇരുന്ന് ഇപ്പോൾ വരും പ്രഖ്യാപിക്കൽ മാത്രമാണ്. സോ അമേരിക്ക വിചാരിച്ചതുപോലെ അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷം രൂപപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ഇറാൻ അവിടെ തിരിച്ചടി തുടങ്ങി കഴിയുകയും ചെയ്തിരിക്കുന്നു. സോ ഇറാൻ്റെ നട്ടല്ലൊടിക്കുക എന്ന ഉദ്ദേശം അതിനുണ്ട്. അതെങ്ങനെ ഇമ്പാക്റ്റ് ചെയ്യും ചോദിച്ചാൽ, അത് ലോകത്തെ സീരിയസ് ആയിട്ട് ഇമ്പാക്റ്റ് ചെയ്യാൻ പോവാണ്. കാരണം 2 കാര്യങ്ങളുണ്ട്. 2 ഗുരുതരമായ പ്രകോപനങ്ങൾ ഇറാന് മേലുണ്ടാക്കുകയാണ് അമേരിക്ക. ഒന്ന്, ഖാംനെയിയെ കൊന്നത്. ഖാംനെയിയെ കൊല്ലുക എന്ന് വെച്ചാൽ പ്രകോപനത്തിൻ്റെ പരമാവധിയാണ്. അതിനപ്പുറം ഒരു പ്രകോപനം കൊടുക്കാനില്ല. സോ അതുകൊണ്ടാണ് ഇപ്പോഴും ഇറാൻ പ്രത്യാക്രമണം നിർത്താതെ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തേത്, ഇറാൻ എന്ന രാജ്യത്തിൻ്റെ സാമ്പത്തിക അതിജീവനത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ഗാർഗ് ദ്വീപാണ്. അത് ആക്രമിക്കുക. ഇനി ഇറാനെ സംബന്ധിച്ച് മേലുകീഴ് നോക്കാനില്ല.
അപ്പോൾ അവരെന്ത് ചെയ്യും? പരമാവധി തിരിച്ചാക്രമണത്തിലേക്ക് അവർ പോകും. അവർ ഈ പറഞ്ഞ ഹോർമൂസ് സ്ട്രൈറ്റ് അടയ്ക്കാൻ ശ്രമിക്കും. അപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? 70s ഉണ്ടായതുപോലെ മാക്സിമം പണപ്പെരുപ്പത്തിലേക്ക് പോവുക, ലോ ഗ്രോത്തിലേക്ക് പോവുക. ലോകം ഒരു റിസഷനെ അഭിമുഖീകരിക്കുന്നതിലേക്ക് കാര്യങ്ങളെത്തും. ഈ റീജിയനെ മുഴുവൻ ബാധിക്കും. നമുക്ക് ഞാൻ പറഞ്ഞ കാര്യം, ഇപ്പോഴും ഇറാൻ, നമ്മൾ പറഞ്ഞില്ല, ഗൾഫ് റീജിയനിലെ രാജ്യങ്ങളെ ആക്രമിക്കുന്നുണ്ട്. എന്നാൽ ഈ പറഞ്ഞ ചെറിയ ഡ്രോണുകൾ, ചെറിയ ഷിപ്പുകൾ അല്ലെങ്കിൽ ചെറിയ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചാണ് ഇപ്പോഴും ഗൾഫിനെ ആക്രമിക്കുന്നത്. ഇറാൻ അതിൻ്റെ കേപ്പബിലിറ്റീസ് എന്ന് പറയുന്ന സാധനമുള്ളൂ, മിസൈൽ കേപ്പബിലിറ്റി. ഇപ്പോൾ ഫത്തഹ് 2 എന്നൊക്കെ പറഞ്ഞ മിസൈലുണ്ട്. ആ മിസൈലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ അമേരിക്കയുടെ കയ്യിലും അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ കയ്യിൽ ഇരിക്കുന്ന പ്രതിരോധ സംവിധാനങ്ങൾ കൊണ്ട് പൂർണ്ണമായും അടിച്ചിടാൻ കഴിയാത്ത മിസൈലാണ്. അതിനെന്താണ് പറഞ്ഞത്? ഈ അന്തരീക്ഷത്തിൽ തന്നെ നിരന്തരമായി ദിശ മാറ്റിക്കൊണ്ടിരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു 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 സെക്കൻഡിൽ 5 to 6 കിലോമീറ്റർ സഞ്ചരിക്കുന്ന അതിമാരക ആക്രമണ ശേഷിയുള്ള മിസൈലാണ്. അത് എവിടെ ഉപയോഗിച്ചിട്ടില്ല? ഈ റീജിയനിൽ ഉപയോഗിച്ചിട്ടില്ല, ഗൾഫിലൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഗൾഫിൽ ഇപ്പോഴും ചെറിയ ഡ്രോൺ ഉപയോഗിക്കുന്നത് സമ്മർദ്ദം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റീജിയനിൽ സമാധാനം വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പരിപാടി നിർത്താൻ നിങ്ങൾ ഫോഴ്സ് ചെയ്യണം. നിങ്ങൾ ഗസയിലെ കുഞ്ഞുങ്ങളെ കൊന്നുകൊണ്ടിരുന്നപ്പോൾ കണ്ടുകൊണ്ടിരുന്ന പോലെ കണ്ടുകൊണ്ടിരുന്നാൽ എല്ലാവരും അനുഭവിക്കും. പക്ഷേ ഞങ്ങൾ ഇപ്പോൾ ഇടുന്നത് ചെറിയ ഡ്രോണാണ്, ബട്ട് ഞങ്ങളുടെ കയ്യിൽ ഫത്തഹ് 2 മിസൈലുണ്ട്. അതെടുത്തിട്ടാൽ ഈ പറയുന്ന സുരക്ഷിത രാജ്യങ്ങളുടെയൊക്കെ അതിജീവനം തോന്നുന്ന പരിപാടിയിലായി പോകും. ഈ റീജിയൻ കുളമാവും. ഈ റീജിയൻ കുളമായാൽ ആരനുഭവിക്കും? നമ്മളടക്കം അനുഭവിക്കും. നമ്മുടെ ചബഹാർ പോർട്ട് കിടക്കാണ്. എവിടെയാണ്? ഈ പറയുന്ന ഇറാനിൽ കിടക്കാണ്. ചൈനയുടെ മുന്നേറ്റത്തെ തടയാൻ വേണ്ടി സ്ട്രാറ്റജിക് മേഖലയായി കണ്ട് നാം ഇൻവെസ്റ്റ് ചെയ്ത സ്ഥലമാണ്. എല്ലാം കൂടെ കുളമാവും. എല്ലാവരും അനുഭവിക്കുന്ന വെച്ചാൽ നമ്മൾ അനുഭവിച്ച് തുടങ്ങിക്കഴിഞ്ഞല്ലോ. അപ്പോൾ അതിലേക്കുള്ള പ്രകോപനത്തിലേക്ക് സത്യം പറഞ്ഞാൽ കാര്യങ്ങളെ കൊണ്ടുപോകണം അമേരിക്ക ചെയ്യുന്നത്. ഇത് എല്ലാ അർത്ഥത്തിലും എന്താണ് പറയുക, കൗണ്ടർ പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു മൂവ് ആയിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇറാനെ ഓൾറെഡി അവരുടെ സുപ്രീമായ കൊല്ലുക വഴി വൻ പ്രകോപനം ഉണ്ടാക്കി കഴിഞ്ഞു. ആ പ്രകോപനത്തിൻ്റെ വിപത്ത് ഈ മേഖല ആകമാനം അനുഭവിക്കുകയാണ്. ഇപ്പോൾ അവരുടെ സാമ്പത്തിക നട്ടൽ ഒടിക്കാനുള്ള ആക്രമണം നടത്തിയാൽ അവരുടെ കയ്യിലുള്ളതെല്ലാം കൂടി എടുത്ത് അവരെടുത്ത് വെച്ച് കീച്ചും. അതിൻ്റെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ചെറുതായിരിക്കില്ല. റീജിയനിൽ ഉണ്ടാകുന്ന അസ്വാരസ്യം പൊളിറ്റിക്കലി സാമ്പത്തികമായി മാറ്റിയിരുത്തിയാൽ പോലും നമ്മുടെ റീജിയനിൽ സമാധാനം ഉണ്ടായാൽ മാത്രമേ നമുക്ക് എന്താ ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. റീജിയൻ ആകമാനം താറുമാറായാൽ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നം എന്തായിരിക്കും? ഇന്ത്യയുടെ ഒരു മേഖല സുസ്ഥിരമായും സമാധാനമായും ഇരിക്കണം എന്നുള്ളത് ഇന്ത്യയുടെ ഒരു രാഷ്ട്രീയ താല്പര്യമല്ലേ? സോ എല്ലാവർക്കും നഷ്ടം ഉണ്ടാകുന്ന ഒരു കളിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. കണ്ടു നിൽക്കാൻ കഴിയുന്ന ഒരു യുദ്ധമല്ല. ഇടപെട്ട് പരിഹരിച്ചിട്ടില്ലെങ്കിൽ എല്ലാവരും ബുദ്ധിമുട്ടിലേക്ക് പോകാൻ പോകുന്നു എന്ന കുഴപ്പം ഇതിനകത്തുണ്ട്. സോ ഇത് ചെറിയ കളിയിലേക്കല്ല അമേരിക്ക പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഹ്യൂജ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോവുകയാണ്. ജിം സാറേ, ഈ പറഞ്ഞതുപോലെയാണ്. കാരണം ഈ വലിയൊരു ഇമ്പാക്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈന ഇറാൻ്റെ ഇതിൽ നിന്നും ഈ ഗാർഗിൽ നിന്നും 90% കൊണ്ടുപോകുന്നത് ചൈനയാണ്. അപ്പം നമ്മളിപ്പോൾ തന്നെ ഒരു ഇന്ധന പ്രതിസന്ധിയിലേക്ക് കടന്നു പോയിരിക്കുന്ന കാലത്ത് പശ്ചിമേഷ്യ മുഴുവൻ അത്തരത്തിലേക്ക് കടന്നു പോയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഗാർഗിനെ ആക്രമിക്കില്ല എന്ന് കരുതാനുള്ള ഒരു പ്രധാന കാരണം അത് തന്നെയാണ്. അതിനിടയിലാണ് ഗാർഗിനെ ആക്രമിക്കുന്നത്. ലോകത്ത് എത്രത്തോളം അല്ലെങ്കിൽ ഈ പശ്ചിമേഷ്യയിൽ എത്രത്തോളം ഇത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും? ഇല്ല, കാർഗിൽ ആക്രമണം ഒരു പ്രത്യേക തരം ആക്രമണമാണ് അമേരിക്ക നടത്തിയത്. കാർഗിലെ എണ്ണ ഇൻസ്റ്റലേഷൻസിനെ തൊട്ടിട്ടില്ല. അവിടുത്തെ മിലിറ്ററി ഇൻസ്റ്റലേഷൻസിനെ മാത്രമേ ആക്രമിച്ചിട്ടുള്ളൂ. ട്രംപ് അതിൻ്റെ വീഡിയോയും ഷെയർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് കൃത്യമായി പറഞ്ഞു, ഇനി പ്രകോപനം ഉണ്ടാക്കിയാൽ, ഹോർമൂസ് കടലിടുക്കിൽ പ്രശ്നം ഉണ്ടാക്കിയാൽ നിങ്ങളുടെ എണ്ണ സംഭരണ കേന്ദ്രങ്ങളും എണ്ണ കയറ്റുമതി ചെയ്യാനുള്ള ഒരു കേന്ദ്രമാണ്. ഖാർഗ് എന്ന് പറഞ്ഞ ഒരു ദ്വീപാണ്. ഹോർമൂസ് കടലുകളിൽ ആ കടലിൻ്റെ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അവിടെ നിന്നാണ് ഒരുപാട് കപ്പലുകൾക്ക് ഒരേ സമയം വന്ന് നങ്കൂരിടാനും ഈ എണ്ണ കയറ്റാനും ഒക്കെ ഉള്ളൊരു സൗകര്യമുള്ള സ്ഥലമാണ്. അവിടെ തൊട്ടിട്ടില്ല. ഇനി ഞങ്ങൾ ഹോർമൂസിൽ പ്രശ്നം ഉണ്ടാക്കിയാൽ ഇറാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ കയറ്റുമതി കേന്ദ്രമായ ഖാർഗ് ഞങ്ങൾ തകർക്കും. ഇപ്പോൾ തകർത്തിരിക്കുന്ന പട്ടാളത്തിൻ്റെ ഇൻസ്റ്റലേഷൻസ് മാത്രമാണ്. ഇതിനൊരു പ്രശ്നം, ചൈനയാണ് പ്രധാനമായും ഖാർഗിൽ വഴി ഇറാൻ്റെ എണ്ണ വാങ്ങിക്കുന്നത്. പക്ഷേ അതും അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണയുടെ ദൗർലഭ്യത്തെ കുറയ്ക്കാൻ ഒരു ഘടകമാണ്. ഇപ്പോൾ ചൈനയ്ക്ക് ഖാർഗിൽ നിന്ന് എണ്ണ കിട്ടിയില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യും? ചൈനയും പോയിട്ട് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഇത് വാങ്ങിക്കും. ഇത് കഴിഞ്ഞ ആഴ്ച നടന്നൊരു പ്രധാനപ്പെട്ട സംഭവം, ഒരു എണ്ണ ടാങ്കർ യാത്ര ചെയ്ത് പോവുകയാണ്. പകുതി വഴി എത്തുമ്പോൾ അത് യൂറോപ്പിലേക്ക് പോകേണ്ടത് എൽ പി ജി ടാങ്കർ പോവുമായിരുന്നു, ഒരു കപ്പൽ. അപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് കൂടുതൽ വില പറഞ്ഞ് ചൈനയോ ജപ്പാൻ അത് വാങ്ങിച്ചിട്ട് ഈ കപ്പൽ വഴിതിരിഞ്ഞു പോയി. കടലിൽ യാത്രക്കിടയിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. വലിയ കച്ചവടങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ചൈനയും കൂടെ ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്ക് വന്നാൽ എണ്ണയുടെ വില ഇനിയും കൂടും. അതുകൊണ്ട് ഖാർഗിനെ തൊടുക എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഏറ്റവും അവസാനത്തെ ശ്രമമായിരിക്കും. എൻ്റെ സംഭവം ഇത്രയേ ഉള്ളൂ, ഒരു രക്ഷയുമില്ലാതെ വശം കെട്ടിരിക്കുകയാണ് അമേരിക്ക എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ്. അല്ലെങ്കിൽ നമ്മൾ ഈ ഖാർഗ് കുറേ നാളായി നമുക്കറിയാവുന്നതും എല്ലാവർക്കും അറിയാവുന്നതും എന്തുകൊണ്ടാണ് ഇതുവരെ ഖാർഗിനെ തൊടായിരുന്നത്? ഇപ്പോൾ ഖാർഗിനെ തൊട്ടത് അവസാനത്തെ ശ്രമമാണ്. ഒരാഴ്ച മുമ്പാണ് പറഞ്ഞത് ഹോർമൂസ് കടലിടുക്ക് അടച്ചാൽ തീമഴയായിരിക്കും എന്ന് പറഞ്ഞു. അടച്ചിട്ട് 6 ദിവസമായി. പഴയ തീമഴ തന്നെ ഇപ്പോഴും ഉള്ളൂ. ഇപ്പോഴും മിസൈലുകൾ പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നടക്കുന്നില്ല.
അങ്ങനെയാണ് ഖാർഗ് എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വളരെ വലിയ ഹ്യൂജ് എണ്ണ സംഭരണ കേന്ദ്രമാണ്. അവിടെ ബോംബിട്ടാൽ അറ്റം ബോംബ് പൊട്ടുന്നത് പോലെ ആ പ്രദേശം കത്തി അമരും. അത് വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് കൂടാതെ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഉള്ള എണ്ണയുടെ ലഭ്യതയ്ക്കുള്ളത് കുറയ്ക്കാൻ സാധ്യതയുണ്ട്. ഇതാണ് ഒന്ന്. ട്രംപ് ഒരു കാര്യം കൂടി ഇന്നലെ ചെയ്തു. 2200 മറൈനുകളുടെ ഒരു വലിയ സംഘത്തെ ഇറാൻ സംഘർഷ മേഖലയിലേക്ക് അയക്കുകയാണ്. എന്ന് വെച്ചാൽ ഗ്രൗണ്ട്സ് ഓൺ ബൂട്ട് എന്ന് പറയുന്ന സംവിധാനത്തിലേക്ക് അമേരിക്ക നീങ്ങാൻ പോകുന്നു. അതും ഒരു കാരണവശാലും അമേരിക്ക ചെയ്യരുതെന്നും ചെയ്യില്ല എന്നും എല്ലാവരും പ്രതീക്ഷിച്ചതാണ്. കരയിലിറങ്ങി യുദ്ധം ചെയ്താൽ ഈ പണി പാളും, അമേരിക്ക മറ്റൊരു അഫ്ഗാനിസ്ഥാനിൽ പോയി പെടുകയായിരിക്കും സ്ഥിതി. അതുകൊണ്ട് ചെയ്യില്ല എന്ന് വിചാരിച്ചത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും, ഖാർഗിനെ ആക്രമിക്കാൻ തീരുമാനിച്ചതും മറൈനുകളെ അയക്കാൻ തീരുമാനിച്ചതും യുദ്ധം ഉടനെയെങ്കിലും തീരില്ല എന്ന് ഉറപ്പായതുകൊണ്ടാണ്. ഇതാണ് പ്രശ്നം. ഇനി ഒരു കാര്യം കൂടി സംഭവിച്ചു. ആദ്യമായി ഹമാസ് ഇറാനോട് പശ്ചിമേഷ്യൻ രാജ്യങ്ങളെ ആക്രമിക്കരുത് എന്ന ഒരു വാർത്താക്കുറിപ്പ് ഇറക്കി. ഹമാസ് എന്ന് പറയുന്നത് ഇറാൻ ചെല്ലും ചെലവും കൊടുത്ത് ഇറാൻ്റെ സകല പിന്തുണയോടും കൂടി പലസ്തീനിലെ ഗസയിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ്. അതേ ഹമാസ് ഇറാനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇനി പശ്ചിമേഷ്യൻ രാജ്യങ്ങളെ ആക്രമിക്കരുത്. അപ്പോൾ വളരെ വലിയ സമ്മർദ്ദം ഹമാസിൻ്റെ പുറത്തുണ്ട്. ഹമാസ് ഇപ്പോൾ സർവൈവ് ചെയ്യുന്നത് തന്നെ ഇറാൻ്റെ സഹായം കൊണ്ട് മാത്രമല്ല, ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ പിന്തുണ കൊണ്ടുകൂടിയാണ്. അവർക്ക് ഗസ റീബിൽഡ് ചെയ്യാൻ വേണം. അപ്പോൾ അവരെ കൊണ്ടുകൂടെ പറയിപ്പിക്കുകയാണ്. എല്ലാവരെ കൊണ്ടും ഈ പ്രശ്നം അവസാനിപ്പിക്കാൻ ഇറാനോട് സമ്മർദ്ദം ചെലുത്തുകയും അഭ്യർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഈ പറഞ്ഞ ദ്വീപിൽ ഉണ്ടാക്കിയ മിലിറ്ററി ഇൻസ്റ്റലേഷനെ മാത്രം ആക്രമിച്ചതിലൂടെ ഹമാസിനെ ഈ കാര്യത്തിലേക്ക് ആദ്യമായിട്ടാണ് ഇറാനെതിരെ ഹമാസ് ഒരു പ്രസ്താവന നടത്തുന്നത്. ഈ ഹമാസിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ പ്രസ്താവന നടത്തുന്നത്. ഇതെല്ലാം സംഭവിക്കുകയാണ്. സോ ഒരു തരത്തിലും യുദ്ധം തീരില്ല എന്നും തീർക്കാനാവില്ല എന്നും മനസ്സിലാവുന്നില്ല. അടുത്ത ആഴ്ചയിലേക്ക് ഈ എണ്ണയുടെ ക്രൈസിസ് പോവുകയാണെങ്കിൽ, ഹോർമൂസ് കടലെടുക്കലെ പ്രശ്നം പോവുകയാണെങ്കിൽ ലോകം വലിയ പാൻഡിമോണിയം എന്നുള്ളതാണ് വാക്ക്, മൊത്തത്തിൽ അലമ്പാവും, ആകെ പ്രശ്നമാവും. 150 200 ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുന്ന ലക്ഷ്യം. ബാരലിന് $200 ആക്കി തരാം, നിങ്ങളെ ഞാൻ ശരിയാക്കി തരാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും സാധനങ്ങളുണ്ട്. ഇനി ഈ വലിയ യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇനിയിപ്പോൾ ഹോർമൂസ് കടലെടുക്കലെ ഇറാൻ്റെ എല്ലാ സംവിധാനങ്ങളും തകർത്തു എന്ന് തന്നെ വിചാരിക്കുക. പക്ഷേ പ്രശ്നം, കപ്പലുകൾ യാത്ര ചെയ്യണമെങ്കിൽ ഇൻഷുറൻസ് ഉണ്ട്. ഈ ഇൻഷുറൻസ് ലോയിഡ് പോലെയുള്ള ലണ്ടനിലുള്ള ഇൻഷുറൻസ് സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ഉണ്ട്. അവരാണ് ഒരു കപ്പൽ യാത്ര ചെയ്യുമ്പോൾ എത്രയാണ് അതിൻ്റെ ഇൻഷുറൻസ്, എത്ര പ്രീമിയം അടയ്ക്കണം എന്നുള്ളത്. അന്നത്തെ വാർ ഇൻഷുറൻസ് എന്ന് പറയുന്നത് ആ ക്ലോസ് $50,000 ആയിരുന്നു. ഇപ്പോൾ അത് ഒരുപാട് $1 മില്യൺ അത് ഉയർന്നു കഴിഞ്ഞു. ഇൻഷുറൻസ് മേഖലയിൽ പറയുന്നത് ഒരു കമ്മിറ്റി തന്നെ അവരെന്ന് പറയുന്നത് ജോയിൻറ്റ് വാർ കമ്മിറ്റി. നമ്മൾ വിചാരിക്കുന്നത് യുദ്ധത്തിലുണ്ടാക്കിയ സാധനമാണ്. ഈ ജോയിൻറ്റ് വാർ കമ്മിറ്റി എന്ന് പറയുന്നത് ഈ ഇൻഷുറൻസ് മേഖലയിലെ ആളുകളെല്ലാം കൂടെ യുദ്ധത്തിൻ്റെ ക്രൈസിസ് അനലൈസ് ചെയ്യാനും യുദ്ധത്തിൻ്റെ റിസ്ക് അനലൈസ് ചെയ്യാനും ഉള്ളൊരു സംവിധാനമാണ്. അവരാണ് ഇപ്പോൾ ഇത് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സത്യത്തിൽ ഒരു കപ്പലിനെ പോലും ആക്രമിക്കേണ്ട, ഒരു മിസൈൽ പോലും ഹോർമൂസിൽ അയക്കണ്ട, പക്ഷേ അടിക്കും കത്തിക്കും ഇനിയും സാധ്യതയുണ്ടെന്നുള്ള ഭീഷണി മാത്രം മതി ഈ പറയുന്ന ഇൻഷുറൻസ് പ്രീമിയം വല്ലാതെ കൂട്ടാൻ. അത് കൂട്ടിക്കഴിഞ്ഞു എന്ന് മാത്രമല്ല 48 മണിക്കൂർ നോട്ടീസിൽ കൊടുത്ത ഇൻഷുറൻസ് പ്രീമിയം പിൻവലിക്കാൻ ഇവരെ കൊണ്ട് പറ്റും. ഇതാണ് ശരിക്കുള്ള പ്രശ്നം. ആ യുദ്ധം എന്ന് പറയുന്നത് ഒരു കാരണവശാലും ത്രെട്ടില്ല എന്ന് മനസ്സിലായാലേ ഇൻഷുറൻസ് കമ്പനികൾ, ഇൻഷുറൻസ് ഏജൻറ്റുമാർ ഈ പ്രീമിയം കുറയ്ക്കുകയുള്ളൂ. ആ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഇപ്പോൾ തീരെ ഇൻഷുറൻസ് കൊടുക്കുന്നില്ല എന്നൊക്കെ മനസ്സിലാകുന്നത്, ഉള്ള ഇൻഷുറൻസ് വെച്ചിട്ട് ഏതെങ്കിലും കമ്പനികൾ വന്നു തുടങ്ങിയാൽ പെട്രോളിൻ്റെ വില അത്രയും കൂടെ കൂടും. അപ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ വില വീണ്ടും കൂടും. ഇത്രയും പ്രതിസന്ധി നിൽക്കുകയാണ്. അപ്പോൾ ഇന്നലെ രാത്രി എന്താ സംഭവിച്ചത്? ഇന്നലെ രാത്രി അമേരിക്കയുടെ സൗദി അറേബ്യയിലെ ബേസിലുണ്ടായിരുന്ന 5 റീഫ്യൂലിംഗ് പ്ലെയിനുകൾ, അതായത് ആകാശത്ത് വെച്ച് മറ്റ് പ്ലെയിനുകൾക്ക് ഇന്ധനം റീഫ്യൂൽ ചെയ്യുന്ന 5 എണ്ണമാണ് ഓൺ ദ ഗ്രൗണ്ട് അവരുടെ മിസൈൽ കൊണ്ട് ഇറാൻ അടിച്ച് തകർത്തത്. 5 എണ്ണം. ഇറാഖിൽ 2 ദിവസം മുമ്പ് വായുവിൽ വെച്ച് ഒരെണ്ണം പോയി 4 US സൈനികർ കൊല്ലപ്പെട്ടു. 6 ഏരിയൽ റീഫ്യൂലിംഗ് പ്ലെയിനുകൾ അമേരിക്ക നഷ്ടപ്പെട്ടു. ഇന്ത്യക്ക് ആകെ എത്രയാണെന്നറിയാവുള്ളത്? 6 എണ്ണമേ ഉള്ളൂ. അമേരിക്കയ്ക്ക് ഒരുപാടുണ്ട്, വേറെ കാര്യം. പക്ഷേ അമേരിക്കയുടെ ആ ഏരിയൽ ഓപ്പറേറ്ററിന് മിക്കവാറും എല്ലാം പോയി. 6 ആണോ 7 ആണോ എന്ന് സംശയമുണ്ട്. പ്രധാനപ്പെട്ട പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെല്ലാം ഇന്നലെയും ഡ്രോൺ അറ്റാക്കുകളുണ്ടായി. ഇത് അവസാനിക്കുന്നില്ലെന്നേ. ഇറാൻ അവസാനിപ്പിക്കുന്നത് ഇത് എവിടെ നിന്നൊക്കെയാണ് വരുന്നത് നമുക്കറിയില്ല. അതിൻ്റെ കാരണം ഇത്രയേ ഉള്ളൂ. ഇറാൻ വളരെ മുമ്പേ തന്നെ ഈ യുദ്ധമുണ്ടായാൽ എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടതെന്നതിനെക്കുറിച്ച് ഒരു പ്ലാൻ ഉണ്ടാക്കി വെച്ചിരുന്നു. അതിനെക്കുറിച്ച് പറയുന്നത് മൊസൈക്ക് സ്ട്രാറ്റജി എന്നാണ്. മൊസൈക്ക് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഒരു ഏകമുഖ കമാൻഡ് അല്ല ഈ യുദ്ധം നയിക്കുന്നത്.
കമാൻഡ് തീർന്നു പോയാലും യുദ്ധം തുടരണം എന്നതുകൊണ്ട് തന്നെ ഇറാനിലുള്ള ഈ IRGC റവല്യൂഷണറി ഗാർഡ് കോർപ്സിനെ 31 സ്വതന്ത്ര സംവിധാനങ്ങളാക്കി മാറ്റി. ഈ 31 സംവിധാനങ്ങൾക്കും കമാൻഡർമാരും അതിൻ്റെ താഴെയുള്ള ആളുകളും മിസൈലുകളും സ്കഡുകളും ഡ്രോണുകളും ഈ സാധനങ്ങളെല്ലാമുള്ള പ്രത്യേകമാണ്. ഒന്നിനെ കൊല്ലണം. ഈ 31 എണ്ണത്തിനെയും തീർത്താലേ നിങ്ങൾക്ക് ഈ മേഖല തീർന്നെന്ന് പറയാൻ പറ്റൂ. ഇനിയിപ്പോൾ പെഷസ്ക്യാൻ അടക്കമുള്ള ഇറാൻ്റെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനെ തകർത്തെന്ന് വിചാരിക്കുക. അപ്പോഴും ഈ 31 സ്വതന്ത്ര സംവിധാനങ്ങൾ ആക്രമിച്ചുകൊണ്ടേയിരിക്കും അവിടെയുള്ള ആയുധങ്ങൾ തീരുന്നത് വരെ, അവരുടെ അവസാനത്തെ ആൾ മരിച്ചു വീഴുന്നവരെ. ഇങ്ങനൊരു സ്ട്രാറ്റജി നടന്നുകൊണ്ടിരിക്കുകയാണ്. ചുരുക്കത്തിൽ ഒരു രക്ഷയുമില്ല. ഹമാസിനെയൊക്കെ ഇറക്കി ദയവേത് യുദ്ധം നിർത്തൂ എന്ന് പറയുന്നത് അമേരിക്കയുടെ അപേക്ഷയായിട്ട് വേണം കാണാൻ, ഈ ഗൾഫ് രാജ്യങ്ങളുടെ അപേക്ഷയായിട്ട് വേണം കാണാൻ. അപ്പോൾ 2 പ്രശ്നങ്ങൾ ഇന്ന് ശനിയാഴ്ച, ഞായറും തിങ്കളാഴ്ച മാർക്കറ്റ് തുറക്കുമ്പോൾ 2 പ്രശ്നങ്ങളുണ്ടാവും. എണ്ണവില ഇനിയും കുതിക്കാൻ പോവുകയാണ്. യുദ്ധം അവസാനിക്കുന്നില്ല. ലോകം വലിയ ക്രൈസിസിലേക്ക് പോകുന്നു. ഗൾഫ് രാജ്യങ്ങളുടെ നട്ടല് ആടിത്തുടങ്ങുന്നു. അപ്പോൾ പല തരത്തിലുള്ള സമ്മർദ്ദം അമേരിക്കയ്ക്ക് ഫേസ് ചെയ്യേണ്ടി വരും. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബൂട്ട്സ് ഓൺ ഗ്രൗണ്ട്, മറൈനുകളെ തയ്യാറാക്കി അയക്കുകയാണ്. വേറെ വഴിയില്ലെങ്കിൽ അമേരിക്ക ചിലപ്പോൾ അടുത്ത ആഴ്ച ഇറാൻ ആക്രമിക്കുക കരയുദ്ധം വഴി എന്ന ഒരു തീരുമാനത്തിലേക്ക് പോകും. അത് മണ്ടത്തരമാണ്, നിങ്ങൾ അവിടെ കുടുങ്ങിപ്പോകുമെന്ന് പലരും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പക്ഷേ അതിനകത്തൊരു പ്രശ്നം ഇതാണ്, ഗ്രൗണ്ട് വാറിലേക്ക് പോകുമ്പോൾ അത് പൊളിറ്റിക്കലി ആഭ്യന്തരമായി വലിയ തിരിച്ചടി ഇയാൾക്കുണ്ടാക്കും. കാരണം പെട്ടികൾ വന്നുകൊണ്ടിരിക്കും. ഒരു കാരണവശാലും ആ യുദ്ധം ജയിക്കാനും പോകുന്നില്ല എന്ന് അമേരിക്കയുടെ ഇതുവരെയുള്ള അനുഭവമുണ്ട്. ഇറാൻ പോലെ ഇത്രയും വലിയൊരു രാജ്യം, ഇന്ത്യ പോലൊരു വലിയ വിശാലമായൊരു രാജ്യം, അവിടെ പോയൊന്നും എങ്ങും എത്താൻ പോകുന്നില്ല. അപ്പോൾ സംഭവം ഇപ്പോഴും ഗോൾ പോസ്റ്റ് മാറുന്നില്ല. ഇറാനെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കുക എന്നുള്ളിടത്തു നിന്ന് അമേരിക്ക എങ്ങനെയെങ്കിലും ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറുക എന്നുള്ളതിൻ്റെ ഒരു അവസ്ഥയിലേക്ക് സാധനങ്ങൾ നേരെ തിരിയുകയാണ്. ഗോൾ പോസ്റ്റ് പഴയ തന്നെയാണ്. ഇറാൻ്റെ മുമ്പിലാണ് ഇപ്പോഴും ഒരു കോളിംഗ് ഷോട്ട്. രാജ്യം തവിടുപൊടിയാകുമ്പോഴും അമേരിക്ക ഉദ്ദേശിച്ച ലക്ഷ്യം നടക്കാതിരിക്കുകയും അമേരിക്കയ്ക്ക് ഈ യുദ്ധത്തിൽ നിന്ന് പുറകോട്ട് പോകാൻ ഒരു കാരണം പോലും കിട്ടുന്നില്ല. ഈ ഒരു കാരണമാണ് വേണ്ടത്. എങ്ങനെയെങ്കിലും ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കില്ല എന്നെങ്കിലും ഇറാൻ പറഞ്ഞാൽ ഒന്ന് പിന്മാറാമായിരുന്നു. ഒന്ന് അത് പറയുമോ എന്നതാണ് ഇപ്പോൾ ട്രംപും കൂട്ടാളികളും നോക്കി നിൽക്കുന്നത്. ഇതിനകത്ത് ഗസ ഒരു പ്രധാനപ്പെട്ട പാഠമാണ്. കാരണം എന്താ അറിയുമോ, ഗസയിലെ ഹമാസിൻ്റെ ടോപ്പ് ലീഡേഴ്സിനെ മുഴുവൻ കൊന്നല്ലോ. എന്നിട്ടും ബന്ദികൾ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയോ? ഏറ്റവും അവസാനത്തെ ദിവസവും അവർ പറയുന്ന സ്ഥലത്ത് നിന്ന് ബന്ദികളെ വിട്ടുകൊടുക്കേണ്ടി വന്നു. കാരണം അത് നേരത്തെ ഈ പറഞ്ഞ സ്ട്രാറ്റജിയാണ്. അവസാനത്തെ ആളും മരിച്ചു പോയാലും അവശേഷിക്കുന്ന ആരെങ്കിലും ഉണ്ടാവുമല്ലോ, അവർ ഓപ്പറേറ്റ് ചെയ്യുന്ന നിലയ്ക്കാണ് അവരതിനെ മൊത്തം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതിൽ നിന്ന് അമേരിക്കയ്ക്ക് പാഠം പഠിക്കാമായിരുന്നു. അങ്ങനെ ഒരു സ്ഥലത്തിറങ്ങിപ്പോയി. അല്ലേ പിന്നെ 20 മില്യൺ ആൾക്കാരുണ്ട് ഗസയിൽ, മുഴുവൻ പേരെ ഇവിടെ അനുഭവപ്പെട്ട് കൊല്ലണം. ഇറാനിൽ അത്രയും പേരുണ്ട്, കൊല്ലാൻ പറ്റുമില്ല എന്ന് മാത്രമല്ല, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇറാനിലെ മനുഷ്യന്മാർ അവരുടെ ജീവിത പ്രശ്നങ്ങളെ മുൻനിർത്തി സർക്കാരിനെതിരെ സമരത്തിലായിരുന്നു. ഇപ്പോൾ അവരുടെ പ്രശ്നം ജീവനാണ്. ഈ ബോംബ് വന്ന് വീഴുന്നതാണ് ആദ്യം നിൽക്കേണ്ടത്. അതിനുശേഷം ഒരു രാഷ്ട്രീയ സമരത്തിന് വലിയ സാധ്യതയുള്ളൂ. സോ ഭരണകൂടത്തിൻ്റെ കൂടെ ആളുകൾ കൂടുകയാണ്, നമുക്കിത് അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞ പ്രശ്നമുണ്ട്. അതുകൊണ്ട് അമേരിക്കൻ പട്ടാളം ചെന്ന് കയറിയാൽ സ്വീകരിക്കാൻ കാത്തിരിക്കുന്നത് പണ്ട് പൂച്ചെണ്ടുകളുമായി വിപ്ലവത്തിന് കാത്തിരുന്ന ആളുകളെ പോലെ അവിടുത്തെ ഇറാനിയൻ ജനത കാത്തിരിക്കുന്നില്ല എന്നതും അമേരിക്കയുടെ മുമ്പിൽ ഒരു ക്രൈസിസാണ്. സോ വിയറ്റ്നാം ആയാലും കൊള്ളാം, അഫ്ഗാനിസ്ഥാൻ ആയാലും കൊള്ളാം, ഇറാഖ് ആയാലും കൊള്ളാം, ഗസ ആയാലും കൊള്ളാം, അമേരിക്കയെ സംബന്ധിച്ച് കാത്തിരുന്നത് വിജയമായിരുന്നില്ല. ഇറാനിൽ അത് തന്നെയായിരിക്കും സംഭവിക്കാൻ പോവുക. പക്ഷേ ഇറാൻ്റെ കാര്യത്തിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ ലോങ് ടേം വാർ അവരെ രണ്ടുപേരെയും മാത്രം ബാധിക്കുന്ന ഒരു മിലിറ്ററി പ്രശ്നമല്ല. അത് ലോകത്തെ ഒരു 70s ഉണ്ടായിരുന്നുള്ള ഗുരുതരമായ റിസഷനിലേക്ക് തള്ളിയിടും. അത് താങ്ങാൻ ഒരു ശേഷിയുമില്ലാത്ത രാജ്യങ്ങളുടെ പട്ടികയിൽ പ്രധാന രാജ്യമാണ് നമ്മൾ എന്നതൊരു പ്രശ്നമാണ്. നമ്മൾ സത്യത്തിൽ ഭയപ്പാടോടെ കാണേണ്ടതാണ് ഈ യുദ്ധത്തിൻ്റെ ഡെവലപ്മെൻറ്റ്സ് എന്ന് ഞാൻ പറയാം.